ദുരിതത്തിലാഴ്ത്തിയ പ്രളയം എന്ന മഹാമാരി തന്റെ കുടുംബത്തെ മുഴുവൻ നഷ്ടമായ ഒരച്ഛന്റെ ദീനരോധനമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ചേട്ടാ ചേട്ടാ, ഇന്ന് അച്ഛൻ വരുമ്പോൾ നമ്മളെ സിനിമയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ മോളെ, ഇന്ന് അച്ഛൻ വരുമ്പോൾ നമ്മളെ തീർച്ചയായും സിനിമയ്ക്കുണ്ടോ? ചേട്ടാ ചേട്ടാ, എന്നാൽ നമുക്ക് കള്ളനും പോലീസും കളിച്ചാലോ? എന്നതാ കുഞ്ഞുങ്ങളെ ബഹളം? ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ വരുമ്പോ ഒരുങ്ങിയിരിക്കാൻ. നമുക്ക് പോകേണ്ടതല്ലേ? ഈ അമ്മയ്ക്ക് ഞങ്ങൾ കളിക്കുന്നതിന് എപ്പോഴും വഴക്ക് പറയുന്നതല്ല, നിങ്ങൾ കളിക്കണം, കൂടെ പഠിക്കാൻ വേണം. എന്നാൽ നിങ്ങൾ വേഗം പോയി കാപ്പി കുടിച്ചേ. ശരി അമ്മേ. ചേട്ടാ, ദേ അച്ഛൻ വന്നു. മക്കളെ, നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചോ? ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് റെഡി ആയിരിക്കാം. അച്ഛൻ പോയി കുളിച്ചിട്ട് വാ, പണി കഴിഞ്ഞു വന്നതല്ലേ. ശരി മക്കളെ, അച്ഛൻ പോയി കുളിച്ചിട്ട് വരാം. അയ്യോ, അതെന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അയ്യോ, ഒരു വലിയ ശബ്ദം കേൾക്കുന്നല്ലോ. അയ്യോ, അതെന്തോ ഒഴുകി വരുന്നത്. പാറയും വെള്ളം എല്ലാം ഒഴുകി വരുന്നല്ലോ. എനിക്ക് പേടിയാണ്. മക്കളെ ഓടുക, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അച്ഛാ ഓടുക. അയ്യോ, ഞാനിതെന്താ കാണുന്നേ? എന്റെ ഭാര്യ, എന്റെ മക്കൾ എല്ലാം അവിടെ. വീടില്ല, വീടിന്റെ സ്ഥാനത്തൊന്നുമില്ല. കുറെ കല്ലുകൾ മാത്രം, കുറെ കല്ലുകൾ മാത്രം. എനിക്കിത് സഹിക്കാൻ വയ്യ, എനിക്കിത് സഹിക്കാൻ വയ്യ. എനിക്കിതൊന്നും വേണ്ട. എന്റെ ഭാര്യ മക്കളെ ഒന്ന് കാണിച്ചെന്റെ ദൈവമേ. ഗോപാലൻ ചേട്ടാ, എന്റെ ഭാര്യ മക്കളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? തോമസേ, നീ വിഷമിക്കാതെ, അവർ ഇവിടെ എവിടെയെങ്കിലും കാണും. ഗോപാലൻ ചേട്ടാ, ആ മൺകൂനയിൽ ഒരു കൈ കാണുന്നുണ്ടല്ലോ. വാ പോയി നോക്കാം. വാ, വരൂ, പോയി നോക്കാം. അയ്യോ, ഞാൻ വാങ്ങിച്ചെടുത്ത വളയിട്ട് എന്റെ കുഞ്ഞിന്റെ കൈകൾ. എനിക്കിത് സഹിക്കാൻ വയ്യ, എനിക്കിത് സഹിക്കാൻ വയ്യ. അവരെന്ത് തെറ്റാ ചെയ്തത് എന്റെ ദൈവമേ? എന്നെ കൂടെ കൊണ്ട് ഞാനും വരുന്നു. എന്റെ പൊന്നു മക്കളെ, എനിക്കിത് സഹിക്കാൻ വയ്യ. എനിക്കിനി ആരുമില്ല, എനിക്കിനി ആരുമില്ല. ഇതുപോലുള്ള ധാരാളം ദുരന്തങ്ങൾ നമ്മുടെ ലോകത്തുണ്ടാകുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം. ഇതിനെല്ലാം കാരണം മനുഷ്യർ തന്നെയാണ്. ഈ ദുരന്തങ്ങൾ ഇനി വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.